കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും നിരാശയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഒരു സെപ്റ്റംബർ ആ ഒരു സമയം മുതൽ വെയിറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. ISL എങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങിയാൽ മതി, ISL ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ മതി. കാരണം എന്താ പറയുക, ഒരു കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുക. ആ നേരത്താണെങ്കിൽ കറക്റ്റ് ടൈമിൽ തുടങ്ങാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം ഡിലേ. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഫെബ്രുവരി 5-ന് ISL സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ഫൈനൽ ബിഡും കാര്യങ്ങളൊന്നും തയ്യാറാക്കിയിട്ടില്ല. കാരണം ഓരോ ക്ലബിനും 1 കോടി രൂപ ISLന് കൊടുക്കണം. അങ്ങനെ പാർട്ടിസിപ്പേഷൻ ചെയ്യേണ്ട ഏതൊക്കെ ടീമുണ്ടോ അവർക്കൊക്കെ 1 കോടി കൊടുക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ വെന്യൂസ് പിന്നെന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി തുടങ്ങിക്കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള സമയമാണ്. ആ ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 4 മാസം കൊണ്ട് എങ്ങനെയാണ് ഒരു ലീഗ് തീർക്കുക? അപ്പോൾ തന്നെ അടുത്ത സീസൺ തുടങ്ങാനായില്ലേ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ഇനിയൊരു 1-2 മീറ്റിങ്ങും കൂടെ ഉണ്ട്. ആ ഒരു മീറ്റിങ്ങിലെ ഫൈനലൈസ് ആവുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശപ്പെട്ട വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം കൊച്ചിയിൽ കളി ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കൊച്ചി ജവഹർലാൽ സ്റ്റേഡിയം അടിപൊളിയായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം മെസ്സി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പണി അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റേഡിയത്തിൽ കളിക്കാനുള്ള ഭാഗ്യം ഈ സീസണിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം എന്താ പറയുക, ഇപ്രാവശ്യത്തെ ISL അഥവാ നടക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും 2-3 സ്റ്റേഡിയം അത് മിക്കവാറും എങ്ങനെയെങ്കിലും ഇത് തീർപ്പാക്കിയാൽ മതി എന്നുള്ള കോലത്തിലാണെങ്കിൽ ഗോവയിലോ കൊച്ചിയിലോ ഏതെങ്കിലും ഒരാളില്ലാത്ത സ്റ്റേഡിയം, കൊച്ചിയിലല്ല ഗോവയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു മൂലക്കൽ ആയിരിക്കും കളി നടക്കുക. ഗോവയിൽ തന്നെ ആവും, കാരണം അവിടെയുള്ള എല്ലാ കളിയും നടക്കല് സൂപ്പർ കപ്പായാലും. അപ്പോൾ അവിടെ ഒരു 1-2 ഗ്രൗണ്ട് ഉണ്ടാവും, അവിടെ തന്നെ എല്ലാ കളിയും ഇങ്ങനെ മിക്സായിട്ട് നടക്കേണ്ട കോലത്തിലാവും ഇപ്രാവശ്യത്തെ ISL ഉണ്ടാവും. എന്തായാലും TV-യിൽ കാണേണ്ടി വരും എന്നാണ് സാരം ഇപ്രാവശ്യത്തെ സീസണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ. അല്ലാതെ കൊച്ചി പോയിട്ട് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള ഒരു ഭാഗം ഈ സീസണിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും റൂമേഴ്സുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കാരണം കൊച്ചി സ്റ്റേഡിയത്തിൽ ഇപ്രാവശ്യം കളി ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സെൻട്രലൈസ് ആയിട്ടുള്ള 1-2 സ്റ്റേഡിയം ഉണ്ടാവും, അവിടെ തന്നെ ആയിരിക്കും എല്ലാ ടീമിൻ്റെയും കളി ഉണ്ടാവുക. പിന്നുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ടൈം തീരില്ലാത്തതുകൊണ്ട് തന്നെ 2 ഗ്രൂപ്പ് ഉണ്ടാവുക. 14 ടീമുണ്ടെങ്കിൽ ഇപ്പോൾ ചില ടീമുകളൊക്കെ ക്യാൻസലാക്കിയിട്ട് ഒഴിവാക്കി പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഒഡീഷ കളിക്കാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ജംഷഡ്പൂർ കളിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ ടീമുകൾ ഫൈനലൈസ് ആയിട്ടില്ല കളിക്കാനുള്ളത്, അത് ISL തന്നെ ഉണ്ടോ ഇല്ലയെന്ന് തീരുമാനമായിട്ടില്ല, അത് വേറെ കാര്യം. പറഞ്ഞതെന്നല്ല, അതായത് 14 ടീം കളിക്കാണ്ടെങ്കിൽ 2 ഗ്രൂപ്പ് ഉണ്ടാവും. ഒരു ഗ്രൂപ്പിൽ 7 ആൾക്കാർ, 7 ആൾക്കാരെ വെച്ചിട്ടുള്ള 2 ഗ്രൂപ്പാണ് കളിക്കാണ്ടാവുക. അങ്ങനെ ആ 2 ഗ്രൂപ്പിൽ ഫസ്റ്റത്തെ 2 സ്ഥാനത്തിൽ വരുന്ന ടീമുകൾ സെമി ഫൈനലിലേക്ക് നേരെ കയറും. ബാക്കിയുള്ള ടീം ഒറ്റയടിക്ക് പുറത്താവും. അതായത് ഏകദേശം 14 ടീമുണ്ടെങ്കിൽ 10 ടീമും ഒറ്റയടിക്കാണ് പുറത്താവേണ്ട ഒരു ടൈപ്പ് കളിയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക. അങ്ങനെ ആ 2 ടീം ഒരു ഗ്രൂപ്പിൽ നിന്നും മറ്റേ ഗ്രൂപ്പിൽ നിന്ന് 2 ടീം വരുമ്പോൾ 4 ടീം ഡയറക്റ്റ് സെമി ഫൈനൽ കളിച്ചിട്ട് ഫൈനൽ കളിച്ചിട്ട് കളിയാണ്ട് അവസാനിപ്പിക്കുക. അതാണ് ഇപ്രാവശ്യത്തുള്ള ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞത്. പഴയ പോലുള്ള കളിയല്ല ഇപ്രാവശ്യം ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവാൻ സാധിക്കുള്ളൂ, കാരണം പെട്ടെന്ന് പരിപാടി കഴിക്കണം, പെട്ടെന്ന് കളി തീർപ്പാക്കണമല്ലോ. ആകെ 2-3-4 മാസമേ ബാക്കി ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ എങ്ങനെ ഇതൊക്കെ നടക്കാമെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഏതായാലും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.